റൊണാൾഡോ വഹിച്ചുകൊണ്ട് നമ്മുടെ കൊയിലാണ്ടിയിലെ താരങ്ങൾ ഇതാ അണിനിരക്കുകയാണ്. അപ്പൊ ഏതാളുടെ പറഞ്ഞു ഞാൻ ചോദിച്ചു ഘടകകക്ഷികൾ ഇല്ലാണ്ട് കഴിവുകൂടി പണ്ടന കണ്ടുപോകാൻ വേണ്ടി വന്ന ഇതാണ് അവസരമാക്കി ബോളാണ് ഞാൻ മഞ്ഞ പിടിക്കുന്നില്ല. പുലർച്ചെ 3 രാജ്യങ്ങളിലായി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വേൾഡ് കപ്പിനെ കൊയിലാണ്ടി നഗരസഭ ആഹ്ലാദത്തോടുകൂടി വരവേൽക്കുകയാണ്. ആ പരിപാടിയിൽ ഇപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞത്. നമ്മളിപ്പോ സ്റ്റേഡിയത്തിൽ നിന്ന് വിളംബര ജാതിയായി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ കൊയിലാണ്ടിയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് എല്ലാവിധ പിന്തുണയും നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ട്. ഈ പെനാൽറ്റി ഷൂട്ടൌട്ട് മുഴുവൻ ആളുകളും പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇതിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ ഷൂട്ടൌട്ട് ഏത് രീതിയിലാണെന്ന് അറിയിക്കാൻ വേണ്ടി നമ്മുടെ ചെയർമാനെ ഫുട്ബോളിനെ എൻജോയ് ചെയ്യുക കായിക പ്രമുഖരെ കായിക താരങ്ങളെ ഏകദേശം 48 രാജ്യങ്ങളോളം പങ്കെടുക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കം ജൂൺ 11 ആരംഭിച്ച് ജൂലൈ മാസം 12 വരെ നടക്കുന്നതാണ്. ഏകദേശം 1.5 മാസമാണ് നമ്മുടെ ഫുട്ബോൾ മത്സരം നമുക്ക് ഇതിനായി പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും വിദ്യാഭ്യാസങ്ങൾ നേരുകയാണ്. ഈ ചടങ്ങിൽ 3 പെനാൽറ്റിയും ഗോളാക്കി മാറ്റുന്നവർക്ക് നഗരസഭയുടെ ഉപഹാരം റൊണാൾഡോ സമ്മാനം നമ്മുടെ സമ്മാനത്തിനായി ഇന്ന് ഇവിടെ ഓരോ കാലുകളും സംസാരിക്കും. പന്ത് ചരിത്രം തിരുത്തിയെഴുതും. ഇതാ ഗോൾവയിലെ ലക്ഷ്യമാക്കി ഇത് വിറങ്ങലിക്കുന്ന ഗാലറിയെ ലക്കം വഹിച്ചുകൊണ്ട് നമ്മുടെ കൊയിലാണ്ടിയിലെ താരങ്ങൾ ഇതാ അണിനിരക്കുകയാണ്.
ആവേശത്തിന്റെ ഇലയൊടികൾ കാണികൾ ഇതാ ഗാലറിയിലേക്ക് ഇതാ പോരാട്ടത്തിന്റെ വീര്യവുമായി നമ്മുടെ കൊയിലാണ്ടിയുടെ മണ്ണിൽ തുടർച്ചയായ 3 ഗോളുമായി നമ്മുടെ കൊയിലാണ്ടിയുടെ പ്രതിഭ ഇതാ വിജയിയായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ അർജുൻ ദേവ് അശ്വിൻ ദേവാണ് നമ്മുടെ വിജയി. അശ്വിൻ ദേവിന് പ്രത്യേക പേര് പറയൂ. നമ്മുടെ കൊയിലാണ്ടിയുടെ മാമാങ്കത്തിന് അർജന്റീനയുടെ നേരത്തെ ബ്രസീൽ ഇപ്പൊ അർജന്റീന താരം ആവേശത്തിന് എല്ലാവരും ഇവിടെ ജലവയിലേക്ക് കടന്നു വരിക. ഇനി വെറും 2 ഗോൾ. കൊല്ലത്തിന്റെ താരം പേര് ഇപ്പോൾ അനൗൺസ് ചെയ്യും. എല്ലാവരും ആവേശത്തോടെ കാത്തുനിൽക്കുക. അർജന്റീനൻ ജേഴ്സി മത്സരമാർ അതൊന്നും പറ്റുന്നില്ല. ബോയ്സിന്റെ വിദ്യാർത്ഥികളെ മറികടന്നുകൊണ്ട് ഗേൾസിന്റെ ഒരു മുത്തായ അമരക്കാരൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി കാലുകൾ സംസാരിക്കും. ഒരൊറ്റ പന്ത്, ഒരൊറ്റ ഗോൾ. ഇത് ഗോളായാൽ ഗേൾസിലെ ആദ്യമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. നഗരസഭ സംഘടിപ്പിക്കുന്ന ഷൂട്ട് ഔട്ട് മത്സരമാണ് ഈ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശോജ്ജലമായ ഷൂട്ട് ഔട്ട്. റാഷിദ് മുത്താമ്പി മൂന്ന് ഗോളിന്റെ ലക്ഷ്യവുമായി ലാലിഷ ഇതാ നമ്മുടെ കോച്ച് ലക്ഷ്യം
ആയിഷ കൗൺസിലർ ആയിഷ ഇതാ യൂട്യൂബിൽ കൂടി നമ്മുടെ ആവേശമായ ആയിഷ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീജ റാണി ഫുട്ബോൾ റാണിയാവോ? മുത്തായി പോയിരിക്കുകയാണ് റാഷിയുടെ ഗോൾ, മുത്താമ്പിയുടെ മുത്തേ. ഇതാ ഫുട്ബോളിന്റെ മുത്തേ, കൈയടി കൈയടി ആവേശത്തിൽ കൊല്ലാണ്ടി. കപ്പിന്റെ കിക്ക് ഓഫുമായി ബന്ധപ്പെട്ട് നഗരസഭ നടത്തിയ പെനാൽറ്റി ഷൂട്ടൗട്ട് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കൊയിലാണ്ടിക്കാർക്ക്, അതായത് പ്രത്യേകിച്ച് കൊയിലാണ്ടിയിലെ ഫുട്ബോളിന്റെ ആരാധകർ ഒരുപാടുള്ളതാണ്. അപ്പോൾ ഇനിയും നമ്മളിങ്ങനെ ഇതുപോലുള്ള പരിപാടികൾ നമ്മുടെ ഈ ഫൈനലോട് കൂടി എന്തെങ്കിലും വേറൊരു രീതിയിലുള്ള പരിപാടി കൂടി നമുക്ക് ആസൂത്രണം ചെയ്യാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, ബിഗ് സ്ക്രീനില് കളി നമ്മുടെ ടൗൺ ഹാളിന്റെ പരിസരത്ത് വെച്ച് കാട്ടുന്നുണ്ട്. മുഴുവൻ ഫുട്ബോൾ പ്രേമികൾ അവിടെ വന്ന് കളി കാണാൻ വേണ്ടി നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കാൻ നമ്മുടെ HI സുനിൽകുമാർ ഇവിടെ ഈ പരിപാടിക്ക് നന്ദി അറിയിക്കാൻ വേണ്ടി. ഫിഫ വേൾഡ് കപ്പ് 2026 ആവേശകരമായ മത്സരം നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി കൊയിലാണ്ടി നഗരസഭ സംഘടിപ്പിച്ച ഈ പെനാൽറ്റി ഷൂട്ട് മത്സരത്തിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ചെയർമാൻ, ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ, മുഴുവൻ കൗൺസിലേഴ്സ്, MLA ഉൾപ്പെടെ ഇവിടെ ഷൂട്ടിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നാട്ടുകാർ, മുഴുവൻ ആളുകൾക്കും കൊയിലാണ്ടി നഗരസഭയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.